മീനമാസം 1-ാം തീയതി ഞായറാഴ്ച 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോവുകയാണ്. അതായത് ഈ മാർച്ച് മാസം 15-ാം തീയതി ഞായറാഴ്ചയാണ് മീനം 1 പിറക്കുന്നത്. അപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ വെറും മലയാള മാസ പിറവി എന്നതിലുപരിയായി ഈ മീനമാസം പിറക്കുന്ന ദിവസം തന്നെ 8 നക്ഷത്രക്കാരിൽ തെളിഞ്ഞു കാണുന്നത് കോടീശ്വര യോഗമാണ്. അതായത് ഓരോ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിലെ ചില സമയങ്ങളിൽ വളരെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യം അനുഭവത്തിൽ വരുന്നത്. എന്നാൽ മറ്റുള്ള എല്ലാ ഭാഗ്യങ്ങളെക്കാളും വളരെ വ്യത്യസ്തവും നിമിഷ നേരം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൗഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന 8 നക്ഷത്രക്കാർക്കും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ഇതുവരെ സാധിച്ചെടുക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങളെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനും ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനുമുള്ള മഹാഭാഗ്യം വന്നു ചേരുവാനും പോകുന്ന ദിവസമായിരിക്കും ഇത്. അപ്പോൾ ഈ മീനമാസം 1-ാം തീയതി തന്നെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതാണെന്നും ഒപ്പം തന്നെ ഈ ലോട്ടറി ഭാഗ്യം തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരുവാനായി നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ കോടീശ്വര യോഗം അനുഭവത്തിൽ വരുവാൻ പോകുന്ന 1-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മീനമാസ പിറവിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യം കൊണ്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സന്തോഷമാണ് നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത്. മാത്രമല്ല, നിലവിലെ സാഹചര്യം എടുത്തു നോക്കുമ്പോൾ ഒരു ധനനേട്ടത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഭാഗ്യം തുണയായി എത്തുന്ന ഒരു ദിവസമായി തന്നെയാണ് ഈ മീനമാസ പിറവി ദിവസം കാണപ്പെടുന്നത്. ഇതിൽ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 9 ആണ്. ഒപ്പം തന്നെ ഭരണി നക്ഷത്രക്കാർ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ ആകർഷിക്കപ്പെടുവാൻ ഉപകാരപ്രദമാവുകയും നിങ്ങളിൽ കൂടുതൽ പോസിറ്റിവിറ്റി നിലനിൽക്കുവാൻ കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങളിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളിലെ ഈശ്വരാധീനത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. അപ്രകാരം നോക്കുമ്പോൾ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ഭരണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ദുർഗാക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇത് നിങ്ങളിലെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും എന്നതാണ് സത്യം. ഇനി രണ്ടാമതായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച തന്നെ സിദ്ധിക്കുവാൻ പോകുന്ന ലോട്ടറി സൗഭാഗ്യം കൊണ്ട് തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ധനനേട്ടം ജീവിതത്തിൽ ഉണ്ടാവുകയും ഇപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പര്യവസാനം കാണുവാനുള്ള മഹാഭാഗ്യം തെളിയുകയും ചെയ്തിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. ഏറ്റവും പ്രധാനമായി ഈ ലോട്ടറി സൗഭാഗ്യം കൊണ്ടുണ്ടാകുന്ന ധനനേട്ടം തുണയ്ക്കുവാൻ പോകുന്നത് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില പുണർദം നക്ഷത്രക്കാരെയാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സാമ്പത്തിക സ്ഥിതി പോലും നിങ്ങൾക്ക് ഇപ്പോഴില്ല. അത്തരത്തിൽ മനസ്സ് നീറുന്ന അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില പുണർദം നക്ഷത്രക്കാരെയാണ് ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത്. ഇനി ഈ മീനമാസം 1-ാം തീയതി
സിദ്ധിക്കുവാൻ പോകുന്ന ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് പുണർദം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 3 ആണ്. അതുപോലെ തന്നെ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച പുണർദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യത്തെയും പോസിറ്റിവിറ്റിയെയും ആകർഷിക്കും. ഒപ്പം തന്നെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഭാഗ്യത്തിൻ്റെ ആക്കം കൂട്ടുവാനായി പുണർദം നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ശുഭകരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പരമാവധി മീനമാസം 1-ാം തീയതി നിങ്ങൾ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. ഇനി അടുത്തതായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച തന്നെ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞു കാണുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരിൽ ഈ സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒട്ടനവധി പരാജയങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ തന്നെയാണ്. അതായത് ഒരു വിധത്തിലുള്ള ഭാഗ്യവും ഇന്നേ വരെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ മീനമാസ പിറവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയും സർവ ധനനേട്ടവുമാണ്. അപ്പോൾ മകം നക്ഷത്രക്കാരിൽ ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് കൂടുതൽ ഭാഗ്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനും നിങ്ങളിലെ പോസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുവാനുമായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച നിങ്ങൾ സ്വർണ്ണ നിറമോ ഓറഞ്ച് നിറമോ ഉള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സർവഭാഗ്യങ്ങളും ഈശ്വരാധീനത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് മകം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് നിങ്ങളിൽ കൂടുതൽ ഈശ്വരാധീനം നിലനിൽക്കുവാൻ കാരണമാവുകയും കൂടുതൽ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി 4-മതായി ഈ മീനമാസം പിറക്കുന്ന 1-ാമത്തെ ദിവസം തന്നെ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ധനവരവ് നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചോതി നക്ഷത്രക്കാരാണ്. ഇതിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചോതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും ജീവിതത്തിൽ നട്ടം തിരിയുകയാണ്. അതായത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. എന്നാൽ അത്തരത്തിൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഏതൊക്കെയോ ചോതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ മീനമാസം 1-ാം തീയതി മഹാഭാഗ്യം തെളിയുന്നത്. അപ്പോൾ ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് ചോതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 6 ആണ്. ഒപ്പം തന്നെ ഈ മീനമാസ പിറവിയുടെ ദിവസം ചോതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഇളം നീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളിലെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കുകയും നിങ്ങളിലെ പോസിറ്റിവിറ്റിയെ അധികരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യങ്ങളെയും സമ്പൽ സമൃദ്ധിയെയും നിലനിർത്തുവാനായി ചോതി നക്ഷത്രക്കാർ തീർച്ചയായും മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ലക്ഷ്മി ദേവി ക്ഷേത്രം സന്ദർശിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ സമ്പത്തിനെ ക്ഷണിച്ചു വരുത്തും. ഇനി അടുത്തതായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 5-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് തിരുവോണം നക്ഷത്രക്കാരാണ്. തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾക്ക് ഈ മീനമാസം പിറക്കുന്ന ദിവസം ലോട്ടറി സൗഭാഗ്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുള്ള യോഗമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകൾ കൊണ്ടും
സാമ്പത്തികമായ ഇല്ലായ്മ കൊണ്ടും ഒട്ടനവധി ദുരിതപൂർണമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ല. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിൽ ഒരു പോംവഴിയുമില്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കാണ് ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. ഇനി തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ കൂടുതൽ ഭാഗ്യവും പോസിറ്റിവിറ്റിയും ആകർഷിക്കുവാനായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച വെള്ള നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 8 ആണ്. അപ്പോൾ 8 എന്ന സംഖ്യയെ പരമാവധി ബന്ധപ്പെടുത്തി നിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരേണ്ട നേട്ടങ്ങളെ ഉറപ്പുവരുത്തുവാനായി ഈ ഒരു ദിവസം തിരുവോണം നക്ഷത്രക്കാർ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഈശ്വരാധീനത്തിനാണ്. അപ്പോൾ അതിനുവേണ്ടി മീനമാസം 1-ാം തീയതി തിരുവോണം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രമാണ്. അത്തരത്തിൽ നിങ്ങൾ മീനമാസം 1-ാം തീയതി രാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന ചില നേട്ടങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി 6ാമതായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും വിരാമമിടുവാൻ കഴിയുന്ന തരത്തിൽ തലവര തെളിഞ്ഞു നിൽക്കുകയും ലോട്ടറി സൗഭാഗ്യം നേടുവാനുള്ള ഭാഗ്യം നിലനിൽക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ്. ഈ ഒരു മഹാഭാഗ്യം വന്നു ചേരുവാൻ പോകുന്ന അവിട്ടം നക്ഷത്രക്കാരുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യം വളരെയേറെ പരിതാപകരമാണ് എന്നതാണ് സത്യം. അതായത് ആവശ്യമുള്ള പണം കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ ഒട്ടനവധി ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വരികയും ഇപ്പോൾ കടക്കാരോട് ഉത്തരം പറയുവാൻ കഴിയാതെ കഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുരവസ്ഥകളെ നിങ്ങൾ പോലും മറന്നു പോകുന്ന തരത്തിലാണ് ഈ കോടീശ്വര യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് അവിട്ടം നക്ഷത്രക്കാർ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായ 5 എന്ന സംഖ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾ പോലും അറിയാതെ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതോടൊപ്പം തന്നെ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഇളം നീല നിറമുള്ള വസ്ത്രമാണ്. ഒപ്പം തന്നെ മീനമാസം പിറക്കുന്ന ദിവസം അവിട്ടം നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഈശ്വരാധീനവും ഉണ്ടാകുവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പരമാവധി ഈ മീനമാസ പിറവിയിൽ അവിട്ടം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഇനി അടുത്തതായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച തെളിഞ്ഞു കാണുന്ന സൗഭാഗ്യ സമയത്ത് ലോട്ടറി ഭാഗ്യം ജീവിതത്തിൽ ആദ്യമായി സിദ്ധിക്കുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്ന 7ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാരായിട്ടുള്ള ഈ ഒരു ഭാഗ്യത്തിന് അർഹരാകുവാൻ പോകുന്ന ചില വ്യക്തികൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ കൊണ്ട് മടുത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു ജീവിത പുരോഗതി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങളിലേക്ക് അവിശ്വസനീയമായ ഒരു ധനവരവാണ് നൽകുവാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പൂരം നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗ്യസംഖ്യയായി വരുന്നത് 7 ആണ്. അപ്പോൾ ഈ 7 എന്ന സംഖ്യയെ ആസ്പദമാക്കി തന്നെയായിരിക്കും പൂരം നക്ഷത്രക്കാരിൽ ചിലർക്ക് ധനനേട്ടം അനുഭവത്തിൽ വരുന്നത്. ഇനി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച പൂരം നക്ഷത്രക്കാർ
കൂടുതൽ ഭാഗ്യത്തെ ആകർഷിക്കുവാനായി പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒപ്പം തന്നെ പൂരം നക്ഷത്രക്കാരിലേക്ക് സർവ്വസമ്പത്തും ഐശ്വര്യങ്ങളും വേഗത്തിൽ വന്നു ചേരുവാനും നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകുവാനുമായി ഈ മീനമാസം 1-ാം തീയതി നിങ്ങൾ സന്ദർശിക്കേണ്ടത് ദേവീക്ഷേത്രമാണ്. അത്തരത്തിൽ മീനം 1-ന് തന്നെ ദേവീക്ഷേത്രം സന്ദർശിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ ഉടനടി ഉണ്ടാകുമെന്ന കാര്യം അച്ചിട്ടാണ്. ഇനി അവസാനമായി ഈ മീനം 1-ാം തീയതി ഞായറാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിലെ ഒട്ടനവധി കാര്യങ്ങൾ തിരുത്തി കുറിക്കപ്പെടുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ്. ഈ ഒരു സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്ന ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ആരോടും തുറന്നു പറയുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില പ്രതിസന്ധികളിലൂടെയും സാമ്പത്തിക തകർച്ചകളിലൂടെയും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നാൽ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ദുരവസ്ഥ നിങ്ങൾ പോലും മറന്നു പോകുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം ഒരു ഉന്നതിയിലേക്ക് എത്തുന്നത് ഈ ലോട്ടറി സൗഭാഗ്യത്തിലൂടെയായിരിക്കും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യത്തിലേക്ക് ഉത്രം നക്ഷത്രക്കാരെ എത്തിക്കുന്ന ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4 ഒപ്പം തന്നെ ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച പച്ച നിറമുള്ള വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യവും പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വരുവാൻ കാരണമാകും. അതുമാത്രമല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾ ഈശ്വരാധീനത്തിനും വളരെയധികം പ്രാധാന്യം നൽകണം. അപ്പോൾ ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈശ്വര കടാക്ഷം കൂടുതലായി ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാനായി ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അളവിൽ കവിഞ്ഞ സമ്പത്ത് വന്നു ചേരുവാനും ഒട്ടനവധി സന്തോഷങ്ങൾ അനുഭവത്തിൽ വരുവാനും കാരണമാകും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ശുക്രൻ ഉദിക്കുന്ന ദിവസമാണ് ഈ മീനമാസം 1-ാം തീയതി ഞായറാഴ്ച അഥവാ മാർച്ച് 15-ാം തീയതി എന്ന് പറയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.